ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ചിന്തിക്കുക വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 17-ാമത്തെ അധ്യായം 21 മുതൽ 26 വരെയുള്ള വചനങ്ങൾ. അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി പിതാവേ, അങ്ങ് എന്നിലും ഞാൻ അങ്ങയിലും ആയിരിക്കുന്നത് പോലെ അവരും നമ്മിലായിരിക്കുന്നതിനും അങ്ങനെ അവിടുന്ന് എന്നെ അയച്ചുവെന്ന് ലോകം അറിയുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കുന്നതിന് അങ്ങ് എനിക്ക് തന്ന മഹത്വം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു. അവർ പൂർണ്ണമായും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും അവിടുന്ന് എന്നിലുമായിരിക്കുന്നു. അങ്ങനെ അങ്ങ് എന്നെ അയച്ചുവെന്നും അങ്ങ് എന്നെ സ്നേഹിച്ചതുപോലെ അവരെയും സ്നേഹിച്ചുവെന്നും ലോകം അറിയട്ടെ. പിതാവേ, ലോകസ്ഥാപനത്തിന് മുമ്പ് എന്നോടുള്ള അവിടുത്തെ സ്നേഹത്താൽ അങ്ങ് എനിക്ക് മഹത്വം നൽകി. അങ്ങ് എനിക്ക് നൽകിയവരും അത് കാണാൻ ഞാനായിരിക്കുന്നിടത്ത് എന്നോടുകൂടെ അവരും ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നീതിമാനായ പിതാവേ, ലോകം അങ്ങയെ അറിഞ്ഞിട്ടില്ല, എന്നാൽ ഞാൻ അങ്ങയെ അറിഞ്ഞിരിക്കുന്നു. എന്നെ അവിടുന്നാണ് അയച്ചതെന്നും ഇവരും അറിഞ്ഞിരിക്കുന്നു. അങ്ങയുടെ നാമം ഞാൻ അവരെ അറിയിച്ചു. അവിടുന്ന് എനിക്ക് നൽകിയ സ്നേഹം അവരിൽ ഉണ്ടാകേണ്ടതിനും ഞാൻ അവരിൽ ആയിരിക്കേണ്ടതിനുമായി ഞാൻ ഇനിയും അത് അറിയിക്കും. പ്രിയപ്പെട്ടവരെ, പീഡാനുഭവ രംഗങ്ങൾ ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപ് തൻ്റെ ശിഷ്യരെ വിളിച്ചുകൂട്ടി അവർക്ക് ശക്തി കിട്ടുവാൻ വേണ്ടി, അവർ മൂലം വിശ്വസിക്കുന്നവർക്ക് വേണ്ടി, തന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഈശോ പ്രാർത്ഥിക്കുന്ന ഒരു മനോഹരമായ രംഗമാണ് യോഹന്നാൻ്റെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിൽ നാം കാണുന്നത്. ഈ വചനങ്ങൾ മുഴുവൻ നാം വായിച്ച് കടന്നു പോകുമ്പോൾ യോഹന്നാൻ 17:21 നമ്മൾ വായിക്കും, അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി പിതാവേ, അങ്ങ് എന്നിലും ഞാൻ അങ്ങയിലും ആയിരിക്കുന്നത് പോലെ അവരും നമ്മിലായിരിക്കുന്നതിനും അങ്ങനെ അവിടുന്ന് എന്നെ അയച്ചുവെന്ന് ലോകം അറിയുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ ഈ പ്രാർത്ഥനയിൽ ഒറ്റയൊരു കാര്യമേ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുള്ളൂ. ഒരു വലിയ കൂട്ടായ്മയുടെ, ഒരു വലിയ ഐക്യത്തിൻ്റെ, ഒരു ഒന്നാകലിൻ്റെ പ്രാർത്ഥനയാണ് നമ്മിവിടെ കാണുന്നത്. ഈശോയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നെന്ന് ഞാനും നിങ്ങളുമൊക്കെ പറയുമ്പോൾ അത് എത്രത്തോളം എത്തി നിൽക്കണമെന്ന് ഈശോ ഇവിടെ പറയുന്നുണ്ട്. എൻ്റെ പിതാവിനെ ഞാൻ സ്നേഹിക്കുന്നത് പോലെ, എൻ്റെ പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ. അതേ പ്രിയപ്പെട്ടവരെ, ഇന്ന് എൻ്റെ ഈശോയുമായി ഞാൻ ഒന്നിച്ചായിരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ, എൻ്റെ ഈശോയുടെ കൂടെ ഇരിക്കാൻ ഞാൻ ആഗ്രഹിക്കുമ്പോൾ അതിൻ്റെ തലം എത്രമാത്രമെന്ന് ഈ വചനത്തിൻ്റെ ആഴത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. പൗലോസ്ലീഹ എഫെസോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ പറയും, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളം, വീതി, ആഴം, ഉയരം ഇതൊക്കെ ആർക്ക് ഗ്രഹിക്കാൻ പറ്റുമെന്ന്. ഈശോ പിതാവിനെ എത്രമാത്രം സ്നേഹിച്ചിരുന്നോ അത്രമാത്രം ഈശോയെ സ്നേഹിക്കാൻ, പിതാവിനെ സ്നേഹിക്കാൻ ഈശോ നമ്മളെ വിളിക്കുമ്പോൾ ആ പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം എത്രയെന്ന് ഈശോയ്ക്കറിയാം. അതുകൊണ്ട് ഈശോ കുരിശിൽ മരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. എൻ്റെ ഈശോ എന്നെ സ്നേഹിക്കുന്നതിൻ്റെ ആഴം എത്രയെന്ന് ഞാൻ തിരിച്ചറിയണം. പിതാവിനെ ഈശോ സ്നേഹിക്കുന്നത് പോലെ ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിക്കണമെന്ന് ആഗ്രഹിച്ച്, പിതാവിനെ സ്നേഹിക്കണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ഈശോയാണ് നാം ഇവിടെ കാണുക. ഇവിടെ യോഹന്നാൻ്റെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിൽ 3 പ്രാർത്ഥനകളാണ് നമ്മൾ പ്രധാനമായിട്ടും കാണുക. യോഹന്നാൻ 17:1 മുതൽ 5 വരെയുള്ള വചനങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ ഈശോ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. പ്രത്യേകിച്ച് 2-ാമത്തെ വചനത്തിൽ, എന്തെന്നാൽ അവിടുന്ന് അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാം അവൻ നിത്യജീവൻ നൽകേണ്ടതിന് എല്ലാവരുടെയും മേൽ അവിടുന്ന് അവൻ അധികാരം നൽകിയിരിക്കുന്നല്ലോ. വീണ്ടും നമ്മൾ 4-ാമത്തെ വചനത്തിൽ കാണും, അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഭൂമിയിൽ അവിടുത്തെ ഞാൻ മഹത്വപ്പെടുത്തി. ആകയാൽ പിതാവേ, ലോക സൃഷ്ടിക്ക് മുമ്പ് തന്നെ എനിക്ക് അവിടുത്തോട് കൊണ്ടുവന്ന മഹത്വത്താൽ ഇപ്പോൾ അവിടുത്തെ സന്നിധിയിൽ എന്നെ മഹത്വപ്പെടുത്തണേ. തന്നെ മഹത്വപ്പെടുത്താൻ പിതാവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു ഈശോ, തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്ന ഒരു ഈശോ. പ്രിയപ്പെട്ട ഒരു വചനഭാഗം വായിച്ച് കടന്നു പോകുമ്പോൾ, ഒരു വ്യക്തി പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൻ്റെ പ്രാർത്ഥനാ തലങ്ങൾ 3 രീതിയിൽ കൂടി കടന്നു പോകണമെന്ന് ഈശോ പഠിപ്പിക്കുകയാണ്. ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അതൊരിക്കലും സ്വാർത്ഥതയല്ല. എൻ്റെ ജീവിതത്തിൽ ദൈവകരങ്ങൾ ഇറങ്ങി വരാൻ ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആരെങ്കിലും പ്രാർത്ഥിച്ചോട്ടെ, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചത് സ്വാർത്ഥതയാണെന്ന് ഒരിക്കലും കരുതേണ്ടതില്ല. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കും. യോഹന്നാൻ 17-ാമത്തെ അധ്യായം 1 മുതൽ 5 വരെയുടെ വചനങ്ങളിൽ തനിക്ക് വേണ്ടി തന്നെ ഈശോ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ നമ്മളോടും പറയുകയാണ്, എനിക്ക് വേണ്ടി ഞാൻ തന്നെ പ്രാർത്ഥിക്കണമെന്ന്. 2-ാമത് നാം കാണും യോഹന്നാൻ്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം
യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായം 6 മുതൽ 19 വരെയുള്ള വചനങ്ങളിൽ ശിഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ഈശോയെ, മർക്കോസിന് സുവിശേഷം 3-ാമത്തെ അധ്യായം 13-ാമത്തെ വചനത്തിൽ നമ്മൾ കാണും തന്നോട് കൂടിയായിരിക്കാൻ, വചനം പ്രഘോഷിക്കാൻ ഈശോ തിരഞ്ഞെടുത്ത കുറേ ശിഷ്യരെക്കുറിച്ച് ഈശോ അവിടെ വചനത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ ശിഷ്യരെ എന്നും കൂടെ ഇരിക്കാൻ ആഗ്രഹിച്ചിട്ട് പിതാവിൻ്റെ പക്കൽ അവർക്ക് വേണ്ടി കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന ഒരു ഈശോയെ 6 മുതൽ 19 വചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ട മറ്റൊരു വ്യക്തി, ഞാനെന്ന വ്യക്തി തിരുസഭയ്ക്ക് വേണ്ടി, തിരുസഭ അധികാരികൾക്ക് വേണ്ടി, വൈദികർക്ക് വേണ്ടി, മെത്രാന്മാർക്ക് വേണ്ടി, തിരുസഭയിലുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ കടപ്പെട്ടിട്ടുണ്ട്. ശിഷ്യർക്ക് വേണ്ടി, താൻ തിരഞ്ഞെടുത്ത ശിഷ്യർക്ക് വേണ്ടി ഈശോ പ്രാർത്ഥിക്കുന്നപ്പോൾ ഈശോ നമ്മളെ പഠിപ്പിക്കുക, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, സഭയിലെ അംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, സഭയുടെ അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഉന്നത അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ കാലഘട്ടത്തിൽ ഈ ഈശോ പഠിപ്പിച്ച ഈ പ്രാർത്ഥന, അല്ലെങ്കിൽ ഈശോ പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥന, യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായം എല്ലാ ദിവസവും നമ്മൾ വായിക്കേണ്ടിയിരിക്കുന്നു. കാരണം സഭ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ സഭ കടന്നു പോകുമ്പോൾ ഞാനും നിങ്ങളും ഈ ഒരു പ്രാർത്ഥന എല്ലാ ദിവസവും സഭയ്ക്ക് വേണ്ടി അർപ്പിച്ചാൽ അത് ഒരിക്കലും തെറ്റായി പോവില്ല. എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണെന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 3-ാമത്തെ പ്രാർത്ഥന, കർത്താവ് സഭാ അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അതായത് ശിഷ്യർക്ക് വേണ്ടി ഈശോ പ്രാർത്ഥിച്ചു. 3-ാമത് ഈശോ പ്രാർത്ഥിക്കുകയാണ്, എനിക്കും നിങ്ങൾക്കും വേണ്ടി. ശിഷ്യരുടെ വചനം കേട്ട് ഈശോയിൽ വിശ്വസിക്കുന്ന ആരൊക്കെ എന്നെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട്, എന്നെയും നിങ്ങളെയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് പിതാവിൻ്റെ പക്കലേക്ക് കൈകൾ ഉയർത്തിയിട്ട് ഈശോ പറഞ്ഞൊരു കാര്യമുണ്ട്, അവരും നമ്മെപ്പോലെ ഒന്നായി തീരണമെന്ന്. എന്നെക്കുറിച്ച് എൻ്റെ തമ്പുരാൻ്റെ ഒറ്റയൊരു ആഗ്രഹമേ ഉള്ളൂ, ഞാൻ എൻ്റെ ദൈവത്തോട് ഒന്നായി തീരണം, എൻ്റെ പ്രത്യേക ദൈവത്തോട് ഒന്നായി തീരണം. സഭാധികാരികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ യോഹന്നാൻ 17-19 പ്രാർത്ഥന നമുക്ക് ചേർത്ത് വയ്ക്കാൻ പറ്റും. അവരും സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. സഭയിലെ എല്ലാ അധികാരികളെയും വിശുദ്ധീകരിക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അതിലൊരു കുഞ്ഞു കാര്യം കൂടി ചേർത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ സഭയ്ക്ക് വേണ്ടി കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലെ ചെറിയ ത്യാഗങ്ങൾ കൂടി ചേർത്ത് വെച്ച് എന്നെ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ ഈശോ ആവശ്യപ്പെടുന്നുണ്ട്. 3 രീതിയിലുള്ള പ്രാർത്ഥന നമ്മൾ ഇവിടെ കാണുകയാണ്. ഈശോ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്നു, തൻ്റെ ശിഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഈശോയുടെ വചനം കേട്ട് ഈശോയിൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ ജീവിതത്തിലെ പ്രാർത്ഥനയുടെ വേളകളിലും ഈ 3 വശങ്ങൾ കാണണം. ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എൻ്റെ ഈശോയോട്, എൻ്റെ സഭയ്ക്ക് വേണ്ടി, സഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ സഭയിൽ എൻ്റെ ഈശോയിൽ വിശ്വസിക്കുന്നവരും ഇനി വിശ്വസിക്കാനായിരിക്കുന്നവരുമായ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണം. ഇതാണ് ഈശോ എന്നിൽ നിന്ന് ആവശ്യപ്പെടുക. ഇതെല്ലാം എത്തി നിൽക്കുക ഒരു കൂട്ടായ്മയുടെ ബലത്തിലാണ്, ഒരു ഐക്യത്തിലാണ്, ഒരു ഒരുമയിലാണ്. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന, ഒന്നായിരിക്കുന്ന ഒരവസ്ഥ തൃത്വ കുടുംബത്തിലേക്ക് എത്തിച്ചേരാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാനാണ് ഈശോ ഈ കാലഘട്ടത്തിൽ നമ്മോട് ആവശ്യപ്പെടുക. ഈശോയുടെ വിടവാങ്ങലിൻ്റെ ഒരു പ്രാർത്ഥനയാണിത്. വിടാനുഭവ തൊട്ടു മുമ്പ് ഈശോ ഇത് പ്രാർത്ഥിക്കുമ്പോൾ ഈശോയുടെ ഹൃദയത്തിൽ ഒറ്റ ഒരു ആഗ്രഹമേ ഉള്ളൂ. അപ്പൻ മരിക്കാറാകുമ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട മക്കളെയൊക്കെ അടുത്ത് വിളിച്ച് വേണ്ടതൊക്കെ പറയും, ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ ചേർത്ത് വെച്ച് പറയാറുണ്ട്. അതുപോലെ ഈശോ മരണത്തോട് അടുക്കുന്ന സമയത്ത് ഈശോയുടെ ഹൃദയത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ഞാനും നിങ്ങളുമൊക്കെ അവിടുത്തോട് ഒന്നായിരിക്കണം. യേശു അപ്പൻ്റെ, യേശു തമ്പുരാൻ്റെ, യേശു അപ്പച്ചൻ്റെ ആഗ്രഹമാണ് അവിടുത്തോട് ഒന്നായിരിക്കണമെന്ന്. എൻ്റെ അപ്പൻ മരിക്കാറാകുമ്പോൾ എന്നോട് പറയുന്ന കാര്യങ്ങൾ എനിക്ക് ഏതെങ്കിലും നിവൃത്തിയുണ്ടെങ്കിൽ ഞാൻ നിറവേറ്റി കൊടുക്കുമെന്ന് നമ്മളൊക്കെ ചെയ്യാറുള്ള കാര്യങ്ങൾ തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് എന്നെ ശ്രവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ ഒരു നിമിഷം ചിന്തിക്കണം, എൻ്റെ ഈശോയുടെ ഐക്യത്തിലേക്കും കൂട്ടായ്മയിലേക്കും വളരാൻ, എത്തിച്ചേരാൻ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? എന്തുകൂടി ചെയ്താൽ എൻ്റെ ഈശോയുടെ ഐക്യത്തിലേക്കും കൂട്ടായ്മയിലേക്കും എത്തിച്ചേരാൻ എനിക്ക് പറ്റുമെന്ന്. ഈശോയുടെ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം ഈശോയെ പിടിച്ച് ബന്ധിക്കും, കുരിശുമരത്തിൽ ഈശോ ഏൽപ്പിച്ചു കൊടുക്കും. അപ്പോൾ ഈശോയെ പോലെ നമ്മളും പിതാവിനോട് പ്രാർത്ഥിക്കണം. ഭൗതിക ആവശ്യങ്ങൾക്കപ്പുറത്തേക്ക് നമ്മൾ പ്രാർത്ഥിക്കണം ഈ ഒരു ഐക്യത്തിന് വേണ്ടി. എങ്ങനെ പ്രാർത്ഥിക്കണം, എന്ത് പ്രാർത്ഥിക്കണം, ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയിലും ഈശോ സമർപ്പിച്ച പ്രാർത്ഥനയിലും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഈ ഐക്യം തന്നെയാണ്. ഈശോ നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥനയുണ്ട്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയിൽ പിതാവിൻ്റെ രാജ്യം വരാൻ ഈശോ പ്രാർത്ഥിക്കുമ്പോൾ ദൈവരാജ്യം, സ്നേഹത്തിൻ്റെ, ഐക്യത്തിൻ്റെ, ഒരുമയുടെ പിതാവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന, ദൈവരാജ്യം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ഒരുമയെക്കുറിച്ച് ഈശോ പഠിപ്പിക്കുമ്പോൾ അത് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന. ഇവിടെ 17-ാമത്തെ അധ്യായത്തിൽ നാം കാണും ഈശോ പ്രാർത്ഥിച്ച പ്രാർത്ഥന. അവിടെ ഈശോ ഒറ്റയൊരു കാര്യമേ പറയുന്നുള്ളൂ, ഒരുമയിലേക്ക്, ഐക്യത്തിലേക്ക് ഇറങ്ങി വരുന്ന ഒരു പ്രാർത്ഥനയെക്കുറിച്ച് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കൂട്ടായ്മ അത് വലിയൊരു ശക്തിയാണ്.
ഈ പ്രാർത്ഥനയാണ് നമ്മൾ എന്നും ചൊല്ലി പ്രാർത്ഥിക്കേണ്ടത്. നമുക്ക് ഇഷ്ടമുള്ളവരോട് നമ്മൾ കൂട്ടുകൂടും. നമ്മെ സ്നേഹിക്കുന്നവരോട് കൂട്ടുകൂടാൻ നമുക്ക് ഒത്തിരി എളുപ്പമാണ്. നമ്മെ സ്നേഹിക്കുന്നവരോട് കൂട്ടുകൂടാനായിട്ട് ഒത്തിരി എളുപ്പമുണ്ട്. നമുക്ക് അറിയത്തില്ലാത്തവരോട് കൂട്ടുകൂടാനും സ്നേഹിക്കാനും നമുക്ക് ഒരു മടിയുണ്ട്. അത് സ്വാഭാവികമായി മാനുഷിക ചിന്തയാണ്. നമുക്കറിയില്ലാത്തവർ നമ്മൾ ഒരിക്കലും ഓർക്കാറില്ല, പ്രാർത്ഥിക്കാറില്ല. നമ്മളോട് സംസാരിക്കാൻ കണ്ടാൽ പരിചയമില്ലെങ്കിൽ അധികം സംസാരിക്കാൻ പോലും നമ്മൾ നിൽക്കാറില്ല. എന്നാൽ ഈശോ യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിൽ 21-ാമത്തെ വചനം 20ഉം 21 വചനങ്ങളിൽ ഈശോ ഈ ഒരു കാര്യം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഞാൻ ഇന്ന് ഈ ലോകത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഇഷ്ടമുള്ളവർക്ക് വേണ്ടി മാത്രമല്ല ഞാൻ പ്രാർത്ഥിക്കേണ്ടത്. ഈശോ പറയുന്നുണ്ട്, അവർക്ക് വേണ്ടി മാത്രമല്ല, എൻ്റെ ശിഷ്യർക്ക് വേണ്ടി മാത്രമല്ല, അവരുടെ വചനം മൂലം എന്നെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ പ്രാർത്ഥിക്കുക എന്ന്. അവരും എല്ലാവരും ഒന്നാകാൻ ഈ ഒരു പ്രാർത്ഥനാ ചൈതന്യം നമ്മളെ സ്നേഹിക്കുന്നവരുമായി കൂട്ടുകൂടാനുള്ള ഒന്നല്ല, മറിച്ച് നമ്മളെ അന്വേഷിക്കുന്നവരെ കൂടെ, നമ്മൾ അറിയത്തില്ലാത്തവരെ കൂടി, അല്ലെങ്കിൽ ഈശോയെ അന്വേഷിക്കുന്നവരുടെ കൂടി നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്താനുള്ള ഒരു പ്രേരണ, ഒരു ശക്തി, അതാണ് ഒരു ആഹ്വാനം ഈശോ നമുക്ക് തരിക. ഈശോയെ അന്വേഷിക്കുന്ന അനേകം ഹൃദയങ്ങളുണ്ട്. മിഷൻ പ്രദേശങ്ങളിലൊക്കെ കർത്താവിനെ അന്വേഷിക്കുന്ന, കർത്താവിന് വേണ്ടി ദാഹിക്കുന്ന അനേകം ഹൃദയങ്ങളുണ്ട്. നമുക്ക് അതൊന്നും തിരിച്ചറിയാനായിട്ട് പറ്റാത്തത് കൊണ്ട് നമ്മുടെ ഈ ചുറ്റുവട്ടത്ത് നമ്മൾ ഒതുങ്ങിക്കൂടുമ്പോൾ കർത്താവ് പറയുകയാ, ഈ പ്രാർത്ഥന ഈശോ നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന കുറച്ചുകൂടി വിശാലമാക്കി മാറ്റണമെന്ന്. ഒരിക്കൽ ഗുജറാത്തിന് പോയപ്പോൾ വലിയ ഒരു കോടീശ്വരനാ, അദ്ദേഹത്തെ ഞാൻ കണ്ടു. പണ്ട് ഒത്തിരി ശുശ്രൂഷകളൊക്കെ ചെയ്ത മനുഷ്യനായിരുന്നു. ഇന്ന് ശുശ്രൂഷകളൊക്കെ ഇങ്ങനെ മരടിച്ച് നിൽക്കുന്ന ഒരവസ്ഥയിൽ അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വന്ന സമയത്ത് ഈശോ ഒറ്റയൊരു കാര്യമേ പറഞ്ഞുള്ളൂ, മധ്യസ്ഥ പ്രാർത്ഥന എവിടെയൊക്കെയോ കുറഞ്ഞു പോയിട്ടുണ്ട്. ശുശ്രൂഷയ്ക്ക് പോകാൻ ഒത്തിരി ആഗ്രഹിക്കും, പക്ഷെ തടസ്സങ്ങൾ പലതിങ്ങനെ കടന്നു വരുമ്പോൾ, കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ ഈശോ ഒരു കുഞ്ഞു മെസ്സേജ് തന്നത് ഇതാ, മധ്യസ്ഥ പ്രാർത്ഥന കുറഞ്ഞു പോയിരിക്കുന്നു, കരങ്ങൾ വിരിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങാൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ പങ്കുവെച്ചു. വെളുപ്പിന് 3 മണിക്ക് എഴുന്നേറ്റിരുന്ന് ലോകം മുഴുവന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ജീവിതം തിരക്കുകളും സാമ്പത്തിക കാര്യങ്ങളും അങ്ങനെ കുടുംബത്തിൻ്റെ വ്യഗ്രതകളെല്ലാം കടന്നു വന്നപ്പോൾ, ക്ഷീണവും ബുദ്ധിമുട്ടുകളും ബിസിനസ് ആവശ്യങ്ങളൊക്കെ യാത്രകളെല്ലാം വന്നപ്പോൾ ഇതെല്ലാം പയ്യെ അങ്ങ് മുടങ്ങിപ്പോയി. അപ്പോൾ ഈ ഒരു പ്രാർത്ഥന, നമ്മളെ അറിയാത്തവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന മുടങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു കുഞ്ഞു തടസ്സം വന്നിരിക്കുകയാണ്. ശുശ്രൂഷയുടെ വാതിലുകൾ തുറക്കപ്പെടാത്തൊരവസ്ഥ. പ്രിയപ്പെട്ടവരെ, ഇന്ന് എവിടെയൊക്കെയോ എനിക്ക് ദൈവാനുഗ്രഹത്തിൻ്റെ കുറവ്, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന വഴിയിലേക്ക് കടക്കാൻ പറ്റാതെ പോകുന്നെങ്കിൽ ഒറ്റൊരു കാര്യം ചെയ്യാം. യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായം 20ഉം 21 ഒന്ന് ഹൃദയത്തോട് എടുത്തു വെച്ചിട്ട് ഈശോയിൽ വിശ്വസിക്കുന്ന, ഈശോയെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന, ഇനിയും കേൾക്കാനിരിക്കുന്ന, കേട്ട അനേകർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഈശോയുടെ ആഗ്രഹങ്ങൾ വലുതായി മാറും. ബോബി അച്ഛൻ്റെ ഒരു കഥ ഇങ്ങനെ ഓർക്കുന്നുണ്ട്. ഒത്തിരി എല്ലാവർക്കും ഇഷ്ടമാണ് ആട്ടിൻകുട്ടിയെ എല്ലാവരും ഓടി വന്ന് എടുക്കും, നല്ല സുന്ദരമായ ആട്ടിൻകുട്ടിയെ. അപ്പോൾ ഒരുപാട് ആട്ടിൻകുട്ടികളുണ്ടായിരുന്നു. അതിൽ ഒരു ആട്ടിൻകുട്ടിയുടെ കാല് മാത്രം ഒടിഞ്ഞ് മുടന്തൻ ആട്ടിൻകുട്ടി. അപ്പോൾ സ്കൂളൊക്കെ വിട്ട് കഴിയുമ്പോൾ പെൺകുട്ടികളൊക്കെ ഓടി വന്ന് എല്ലാ ആട്ടിൻകുട്ടികളും എടുക്കും. പക്ഷേ ഈ മുടന്നുള്ള ആട്ടിൻകുട്ടി ആരും എടുക്കില്ല. അപ്പോൾ അതിന് ഭയങ്കര സങ്കടമായി. അവസാനം അതിനെ ദേവാലയത്തിൽ കൊണ്ടുപോയി കൊടുക്കുകയാണ്. ദേവാലയത്തിൽ ചെല്ലുമ്പോൾ അവർ പറയും, ഈ അംഗവൈകല്യം പിടിച്ച ആട്ടിൻകുട്ടിയെ ഞങ്ങൾക്ക് വേണ്ട എന്ന്. അങ്ങനെ ഒത്തിരി സങ്കടപ്പെട്ട് ആട്ടിൻകുട്ടി മുടന്തി നടക്കുമ്പോൾ ആട്ടിൻകുട്ടിക്കെതിരെ ഒരാൾ വരുന്നത് കാണും. ആട്ടിൻകുട്ടി അത് ക്രൂശിതനായ ഈശോയാ. ഈശോ ആട്ടിൻകുട്ടി എടുത്ത് തോളിലിട്ട് മുന്നോട്ട് പോകുന്ന ആ കഥയിൽ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത് ഈശോയുടെ മനോഭാവമെങ്കിൽ, ഇത് ഈശോ ചെയ്തതാണെങ്കിൽ ഞാനും നിങ്ങളുമൊക്കെ ഇങ്ങനൊരു അവസ്ഥയിലേക്ക് എത്തിപ്പെടണം. ആർക്കും വേണ്ടാത്തവരെ, മാറ്റി നിർത്തിയവരെ ഒക്കെ ഈശോയുടെ പക്കലേക്ക് കൂട്ടിക്കൊണ്ട് വരാൻ, ആ ഒരു അനുഭവത്തിലേക്ക് വരാൻ ഈശോ നമ്മളെ വിളിക്കുന്നുണ്ട്. ഈ ലോകത്തിലെ തൻ്റെ ശാരീരികമായ സാന്നിധ്യം അവസാന മണിക്കൂറിൽ പോലും തൻ്റെ കൂടെയുള്ളവരുടെ സുരക്ഷിതത്വവും നന്മയുമൊക്കെ ഉറപ്പാക്കുന്ന ഈശോയെ ഈ പ്രാർത്ഥനയെ നമുക്ക് കാണാൻ പറ്റും. ഈശോ പറയുക, അവർക്കെല്ലാം കൊടുക്കണേ ഈശോയെ, അവരെ കാത്തോണേ, ഞാനിപ്പോൾ അങ്ങയുടെ പക്കലേക്ക് വരും, എന്നെ ഇവർ പിടിച്ചു കഴിയുമ്പോൾ എൻ്റെ മക്കൾ ചെതറിപ്പോകരുത്. ശാരീരികമായ സാന്നിധ്യം അകന്നു പോകുമ്പോഴും മക്കളെ പിതാവിൻ്റെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന യേശു അപ്പനെ നമുക്കിവിടെ കാണാൻ പറ്റും. യേശു അപ്പച്ചനെ നമുക്കിവിടെ കാണാൻ പറ്റും. ദൈവരാജ്യ സുവിശേഷത്തിന് വേണ്ടി താൻ കൂട്ടുപിടിച്ചവരുടെ
ദിശാബോധം, തൻ്റെ ശാരീരിക അസാന്നിധ്യം നഷ്ടപ്പെടരുതെന്ന് ഈശോ ആഗ്രഹിക്കുകയാണ്. കാരണം ഈശോ 3 വർഷക്കാലം ഈശോ അവരെ കൂട്ടിക്കൊണ്ട് വന്ന് പിതാവിനെക്കുറിച്ച് ഒക്കെ പറഞ്ഞു കൊടുത്തില്ലേ. അപ്പോൾ അവർക്കൊരു മൂല്യബോധം, ദിശാബോധം ഈശോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈശോ പിടിക്കപ്പെടുന്ന ഈ സമയത്ത് അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ഈശോ പ്രാർത്ഥിക്കുക പിതാവിനോട്. അവരെ കാത്തുകൊള്ളണം, അവരെ സംരക്ഷിക്കണം, ഒരപകടവും സംഭവിക്കരുത്, അവരുടെ മനസ്സിനൊരു വേദന ഉണ്ടാവരുത്, ഒപ്പം അവരുടെ ശരീരത്തിനൊരു കുറവും വരരുത്. കർത്താവിനെ പിടിക്കുന്ന സമയത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും, നിങ്ങൾ അന്വേഷിക്കുന്ന എന്നെയല്ല, ഇവർ പൊയ്ക്കൊള്ളട്ടെ. അത് ഈശോയുടെ ഈ പ്രാർത്ഥനയിൽ നിന്നുള്ള ഒരു പ്രവർത്തനം അവിടെ കാണുക. അപ്പോൾ പടയാളികൾ കർത്താവിനെ പിടിക്കാൻ യഹൂദരൊക്കെ വന്ന സമയത്ത് ഈശോ പറയും, നിങ്ങൾ അന്വേഷിക്കുന്ന എന്നെയല്ലേ, ഇവർ പൊയ്ക്കൊള്ളട്ടെ. തൻ്റെ പ്രിയപ്പെട്ടവരെ സുരക്ഷിതരായി ഒരു സ്ഥലത്തേക്ക് മാറ്റി നിർത്തിയിട്ട് സ്വയം ബലിയർപ്പണത്തിന് കയ്യാളിക്കുന്ന ഒരു അപ്പനെ നമ്മൾ കാണും. കൊച്ചുമക്കൾക്ക് അപകടമുണ്ടാകുമ്പോൾ അമ്മ ഓടി വന്ന് കെട്ടിപ്പിടിച്ചിട്ട് അപകടത്തെ അമ്മ ഏറ്റുവാങ്ങുന്നത് പോലെ അതേ അമ്മയുടെ സ്നേഹം, അതേ അപ്പൻ്റെ സ്നേഹം നമ്മളിവിടെ ഈശോയുടെ അടുക്കൽ കാണുകയാണ്. ഈ ഈശോയുടെ ഐക്യത്തിൽ നമ്മൾ കാണുമ്പോൾ ഈശോ മറ്റൊരു കാര്യം ഇതിലെല്ലാം പറഞ്ഞു വയ്ക്കുന്ന ഈ കൂട്ടായ്മയുടെ അനുഭവത്തിൽ, ഈ കൂട്ടായ്മ നമ്മുടെ ജീവിതത്തിലുണ്ടാവാൻ ഈശോ തുറന്ന വഴിയിലൂടെ നമ്മൾ പോകണം. എൻ്റെ ജീവിതത്തിൽ ഈ ഒരു അനുഭവം കിട്ടണമെങ്കിൽ, ഈ ഒരു പ്രാർത്ഥനയുടെ മനോഭാവം ഞാൻ വളർത്തിയെടുക്കുമ്പോൾ ഈശോ തുറന്ന ഒരു വഴിയിലൂടെയാണ് ഞാൻ സഞ്ചരിക്കേണ്ടത്. ആ വഴി മറ്റൊരു വഴിയല്ല, ഒന്നിപ്പിൻ്റെയും കൂട്ടായ്മയുടെയും വീതിയിലൂടെ. ജീവിതത്തിൻ്റെ നിത്യ നന്മയും സുരക്ഷിതത്വവുമായ ദൈവത്തിൽ തൻ്റെ പ്രിയപ്പെട്ടവരെയും എന്നുമെന്നും പിതാവിനോട് ചേർത്ത് പ്രാർത്ഥിക്കുന്ന ഒരു ഈശോയെ ഞാൻ എൻ്റെ കൂട്ടുപിടിക്കണം. തൻ്റെ പ്രിയപ്പെട്ടവരെ എപ്പോഴും ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുക. ഈശോയുടെ കൺമുമ്പിൽ ആരും അപ്രിയരില്ല, ഈശോയുടെ കൺമുമ്പിൽ ആരും അകന്നു നിൽക്കുന്നവരില്ല. ഈശോയുടെ കൺമുമ്പിൽ എല്ലാം ഈശോയ്ക്ക് സ്വന്തമാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3:12 പറയും, യേശുക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്ന പൗലോസ്ലീഹ പറയുമ്പോൾ ആ പൗലോസ്ലീഹയെക്കുറിച്ച് സഭ പറയും വിജാതിയുടെ അപ്പസ്തോലൻ എന്ന്. എല്ലാവരും വിജാതിയരെ മാറ്റി നിർത്തിയപ്പോൾ, ഈ പുറന്തള്ളിയപ്പോൾ പുറമ്പോക്കിൽ കിടന്നവരെ കൂട്ടുപിടിച്ച് ഈശോയ്ക്ക് വേണ്ടി നേടിയെടുത്ത അപ്പസ്തോലനാണെങ്കിൽ അദ്ദേഹം പറയുന്നുണ്ട് യേശുക്രിസ്തുവിനെ സ്വന്തമാക്കിയെന്ന്. യേശുക്രിസ്തുവിനെ സ്വന്തമാക്കിയെന്നും ഞാൻ ക്രിസ്തുവിൻ്റെ അനുയായിയാണെന്നും ഞാൻ ക്രിസ്ത്യാനിയാണെന്നും പറയുമ്പോൾ എൻ്റെ കൂട്ടായ്മയിലേക്ക് എല്ലാവരെയും ഞാൻ ചേർത്ത് വെക്കണമെന്ന് ഈശോ ആവശ്യപ്പെടുന്നുണ്ട്. ഈശോയെക്കുറിച്ച് വചനം നമ്മൾ പറയുമ്പോൾ എഫേസുസ്യർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം 16-ാമത്തെ വചനത്തിൽ നമ്മൾ ഇങ്ങനെ കാണും, ഇരു കൂട്ടരെയും അവൻ ഒന്നിപ്പിച്ചു, ശത്രുതയുടെ മതിലുകൾ തകർത്തുവെന്ന് ഒരു ഒന്നിപ്പിക്കലിൻ്റെ ഒരനുഭവം ഈശോ നമുക്ക് തരുന്നത് കാണാനായിട്ട് പറ്റും. എഫേസുസ് 2:16 നാം ഇങ്ങനെ വായിക്കും, ഇരു കൂട്ടരുടെയും സ്ഥാനത്ത് ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് സമാധാനം സംസ്ഥാപിക്കാനും കുരിശ് വഴി ഒരേ ശരീരത്തിൽ ഇരു കൂട്ടരെയും ദൈവത്തോട് അനുരഞ്ജിപ്പിക്കാനും അങ്ങനെ തന്നിലൂടെ ശത്രുത അവസാനിപ്പിക്കാനുമാണ് അവൻ ഇങ്ങനെ ചെയ്തത്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ഒരുമ ആരും അകന്നു നിൽക്കാൻ ഈശോയ്ക്ക് ഇഷ്ടമില്ല. ഈ ഒരു ഒരുമയിലേക്ക് ഈശോ നമ്മളെ വിളിക്കുകയാണ്. ഈശോ നമ്മോട് പറയുകയാണ്, വീണ്ടും 2:19 നമ്മൾ കാണും, ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല, വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണെന്ന്. ശിഷ്യരുടെ കൂടെ നമ്മളെ ചേർത്ത് പിടിച്ച് ദൈവഭവനത്തിൻ്റെ അംഗങ്ങളാക്കി മാറ്റുന്ന ഒരു ഈശോയെ നാം ഇവിടെ കാണുന്നുണ്ട്. ഇതെല്ലാം ഈ യോഹന്നാൻ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിലെ പ്രാർത്ഥിക്കുന്ന ആ ഈശോ പ്രാർത്ഥിച്ചതിൻ്റെ ഫലങ്ങളാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് തന്നെയാണ്. ഒത്തിരി വിശുദ്ധരെ കൂട്ടുപിടിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങളായിട്ട് കണ്ടാൽ നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പോൾ ഈ ഒരു അനുഭവം ഈശോ നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നുണ്ട്. വൈജാത്യങ്ങളെയൊക്കെ മറികടക്കുന്ന വിശ്വാസത്തിൻ്റെ ഒരു ഒരുമയ്ക്കാണ് ഈശോ ഇവിടെ അടിവരയിടുക. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, അഹങ്കാരമില്ല, സ്വാർത്ഥതയില്ലാത്ത ഒരു പ്രാർത്ഥന. യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായം 1 മുതൽ 26 വരെയുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണും, അശേഷം അഹങ്കാരമില്ലാത്ത സ്വാർത്ഥതയില്ലാത്ത ഒരു പ്രാർത്ഥന. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഈശോ നമ്മളെ പഠിപ്പിച്ചത്. ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന, ഈശോ സമർപ്പിച്ച പ്രാർത്ഥനയിലുമെല്ലാം ഈ കൂട്ടായ്മയുടെ ഐക്യം നിറഞ്ഞു നിൽക്കുമ്പോൾ ഈശോ ശിഷ്യർക്ക് വേണ്ടി, ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചെങ്കിൽ അത് തന്നെ ശിഷ്യരുടെ ജീവിതത്തിൽ നമ്മൾ കാണും. അപ്പോസ്തല പ്രവർത്തനം 4-ാമത്തെ അധ്യായം 32-ാമത്തെ വചനത്തിൽ അത് അതേപടി എഴുതി വെച്ചിട്ടുണ്ട്. വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരാത്മാവുമായിരുന്നു. ആരും തങ്ങളുടെ വസ്തുക്കൾ സ്വന്തമെന്ന് അവകാശപ്പെട്ടില്ല, എല്ലാം പൊതു സ്വത്തായിരുന്നു. ഇപ്പോൾ പറഞ്ഞ സ്വാർത്ഥതയില്ലാത്ത ഒരവസ്ഥ, ഒരുമയോടെ, ഒരു ഹൃദയത്തോടെ, ഒരാത്മാവോടെ തങ്ങളുടെ വസ്തുക്കളെല്ലാം സ്വന്തമായി കണ്ട് എല്ലാവർക്കും കൊടുത്ത് ആരും സ്വന്തമായിട്ടൊന്നും എടുക്കാത്ത നിസ്വാർത്ഥം നിറഞ്ഞ ഒരവസ്ഥ നാം ഇവിടെ കാണുന്നുണ്ട്. ഈ ഒരു കൂട്ടായ്മയിലേക്ക് ഈശോ നമ്മളെ വിളിക്കുന്നുണ്ട്. കൂട്ടായ്മയുടെ ശക്തി അത് വലിയ ശക്തിയാണ്. നാം സ്വന്തമാക്കുന്നത് ഈ ഒരു ഐക്യമാണെന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നു. കൂട്ടായ്മയുടെ ലക്ഷ്യം തന്നെ
യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 17:21 23 നമ്മൾ കാണുന്നുണ്ട്. പിന്നെ ഈശോ വീണ്ടും വചനം പറയും, യോഹന്നാൻ 13:35, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണമെന്ന്. ലോകത്തിന് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സാക്ഷ്യം, എനിക്ക് വേണ്ടി എൻ്റെ ഈശോ പിതാവിൻ്റെ പക്കൽ യോഹന്നാൻ സുവിശേഷം 17 അർപ്പിച്ച പ്രാർത്ഥനയുടെ ഫലം എൻ്റെ ജീവിതത്തിൽ പൂർത്തീകരിക്കപ്പെടുക ഞാൻ ഈശോ എന്നെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കുമ്പോഴാണ്. ഈ സ്നേഹമുള്ളിടത്തെ കൂട്ടായ്മയുള്ളൂ. സ്നേഹമില്ലാത്തടത്ത് കൂട്ടായ്മയില്ല. അവിടെ ഭിന്നിപ്പ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അവിടെ ഉയർച്ചയുണ്ടാവില്ല, അവിടെ ഐക്യമുണ്ടാവില്ല. അവിടെ ഭിന്നിപ്പിക്കേണ്ട, ചിതറിക്കപ്പെടേണ്ട ബാബേൽ ഗോപുരത്തിൻ്റെ അനുഭവത്തിലേക്ക് ഞാനും നിങ്ങളുമൊക്കെ കടന്നു പോകും. നമ്മുടെ കുടുംബത്തിൽ പോലുമുള്ള കൂട്ടായ്മയുടെ കുറവ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സമൂഹത്തിൽ പോലും സ്നേഹമില്ലാത്തപ്പോൾ എല്ലാവരും ചെതറിയിരിക്കുന്ന ഒരവസ്ഥ. ഈ ഒരു അവസ്ഥയിൽ നിന്ന് പിന്മാറാനാ ഈശോ നമ്മളോട് ഈ വചനം വായിക്കുമ്പോൾ ഈശോ പറയുന്ന ഈ ഒരു കാര്യം നമ്മൾ ഓർക്കണം. സാക്ഷ്യം സമ്മാനിക്കാൻ, നമ്മുടെ ഹൃദയത്തിലുള്ള സ്നേഹം, പരസ്പരം പങ്കുവയ്ക്കുന്ന ഒരു സ്നേഹം, ആ ഒരു സ്നേഹം സമ്മാനിക്കാൻ ചിലപ്പോൾ അത്ഭുതങ്ങളൊന്നും വേണമെന്നില്ല, കൂട്ടായ്മ മതി. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം. മത്തായിയുടെ സുവിശേഷം 18:19 കർത്താവ് പറയുമല്ലോ, 2-3 പരിണാമത്തിൽ എവിടെ ഒരുമിച്ച് കൂടിയാലും അവരുടെ മധ്യ ഞാനുണ്ട്. രണ്ടുപേരും ഒന്നിച്ചിരിക്കുന്നത് കൊണ്ട് മാത്രമല്ല, അവരുടെ ഹൃദയത്തിൻ്റെ ഐക്യത്തിലേക്കാണ് ഈശോ ഇറങ്ങി വരിക. യോഹന്നാൻ 17:21 ഐക്യം തന്നെയാണ്. ആ 2 വ്യക്തികൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവസാന്നിധ്യം വെളിപ്പെടുന്നതിൻ്റെ വലിയ അനുഭവം. ഒരു കുടുംബത്തിൽ ഈ ഒരു അനുഭവം ഉണ്ടാവട്ടെ. അതിനു വേണ്ടി പ്രാർത്ഥിക്കാം, ഈ ഒരു ഐക്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പനും അമ്മയും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ സ്നേഹ കൂട്ടായ്മയിലേക്ക് ഈശോയുടെ ഹൃദയത്തിൻ്റെ അതേ ഐക്യം ഇറങ്ങി വരുമ്പോൾ അവർ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന ഏത് കാര്യവും നടക്കപ്പെടും. അവരുടെ കുടുംബത്തിൽ തന്നെ ഐക്യമുണ്ടാകും, ഒരുമയുണ്ടാകും, ഭിന്നിപ്പുകൾ മാറിപ്പോകും, സമാധാനക്കേട് മാറിപ്പോകും. അഹങ്കാരമില്ലാത്ത സ്നേഹത്തിൻ്റെ ഒരു കൂട്ടായ്മ വളർത്തിയെടുക്കാൻ, ഒരു സമൂഹമായി മാറാൻ, ഒരു ഹൃദയമായി മാറാൻ, ഒരാത്മാവായി മാറാൻ കർത്താവ് നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിക്കും. അതിനു വേണ്ടി ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. അതിനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് പറഞ്ഞല്ലോ, പിതാവ് അങ്ങയെ സ്നേഹിച്ചതുപോലെ അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത്. അങ്ങ് പിതാവിനെ സ്നേഹിച്ചതുപോലെ ഞങ്ങളും അങ്ങയെ സ്നേഹിച്ച് ആ തൃത്വ കുടുംബത്തിൽ ഇരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈശോയെ. ആ തൃത്വ കുടുംബത്തിലേക്ക് ചേർന്നിരിക്കാൻ ഞങ്ങളെ ഒന്ന് പഠിപ്പിക്കണേ. മുല കുടിക്കുന്ന കുഞ്ഞ് അമ്മയുടെ ശരീരത്തോട് പറ്റിച്ചേർന്നിരിക്കുന്നത് പോലെ അങ്ങയിൽ നിന്ന് സ്നേഹം നുകർന്ന്, തൃത്വ കുടുംബത്തിന് സ്നേഹം നുകർന്ന് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വ്യാപാരങ്ങളിൽ സ്നേഹത്തിൻ്റെ സാക്ഷികളായി മാറാൻ, ഒരുമയുടെ സാക്ഷികളായി മാറാൻ, ഐക്യത്തിൻ്റെ സാക്ഷികളായി മാറാൻ ഈശോയെ നീ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.